എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. മകം നക്ഷത്രക്കാർക്ക് ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Pentacles, Four of Cups, Seven of Cups, Five of Pentacles, Temperance, Princess of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സോ ലൈഫിൽ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം സോഴ്സ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഒരു സോളിഡ് ഫൗണ്ടേഷൻ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക്കലി മാത്രമല്ല, ഫിനാൻസ് ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ ആത്മീയമായിട്ടും അല്ലാതെയുള്ള കാര്യങ്ങളിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, ആരോഗ്യപരമായിട്ടുള്ളത്, ആത്മീയമായിട്ടുള്ളത്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സോളിഡ് ഫൗണ്ടേഷൻ, ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇൻകം സോഴ്സ്, അതായത് ശമ്പളം അല്ലെങ്കിൽ വരുമാനം നല്ല രീതിയിൽ വളരാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ, ചില പുതിയ പ്രോജക്ട്സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പര്യവസാനം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. കുടുംബാന്തരീക്ഷത്തിലും പൊതുവെ ഒരു നല്ല സാഹചര്യം തന്നെയാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ്, ഒരു സംതൃപ്തി മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. വളരെയധികം സന്തോഷം നൽകുന്ന സാഹചര്യം, സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ വീട് വാങ്ങാനും അല്ലെങ്കിൽ വീട് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. ഫോർ ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചില കാര്യങ്ങളിലൊക്കെ ഇത്തിരി ഇൻസ്പിറേഷൻ, അതായത് അൺഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. എല്ലാത്തിനും ഒരു മൂകത അല്ലെങ്കിൽ താല്പര്യക്കുറവ്, അങ്ങനെയുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഒരു താല്പര്യക്കുറവ് പല കാര്യങ്ങളിലും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷണലി മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ, വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ, ചില സമയങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു മനസ്സിൽ ഉള്ള ചില തോന്നലുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ്, നമ്മൾ പറയുന്ന ഗട്ട് ഫീലിങ്സ് എന്നൊക്കെ നമ്മൾ പറയാം, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ, നിങ്ങൾക്ക് ചില ഫീലിങ്സ് മൈൻഡിൽ വരുമ്പോൾ അത് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിൽ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധം എന്താണ്, ഇതിനുള്ള കാരണം എന്താണ് എന്നറിയാൻ കുറച്ച് സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നത് നല്ലതാണ്. ഇമോഷണലി മറ്റുള്ളവരിൽ നിന്ന് വിട്ടകന്നു നിൽക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നുണ്ടാകും. പക്ഷെ ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒറ്റയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭാരം ഇറക്കി വെക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സെവൻ ഓഫ് കപ്സ് എനർജിയാണ്. സെവൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള പല പെർഫെക്റ്റ് മൊമെന്റ്സ് ഒക്കെ
മനസ്സിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അത്രയും എല്ലാ ജീവിതത്തിലൊന്നും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ളതൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പലപ്പോഴും വരുന്ന, അതായത് എല്ലാം ഒരുപോലെ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ചിരുന്നതൊക്കെ മാറി ചിന്തിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ചോയ്സസ് അല്ലെങ്കിൽ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കുക, അതായത് പല സമയങ്ങളിലും ഓവർവെൽംഡ് ആയിട്ട് തോന്നുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്താണ് തിരഞ്ഞെടുക്കുക? ചില സാഹചര്യങ്ങളിൽ ഒരു ചോയ്സും ഇല്ലാതിരിക്കുന്നിടത്ത് നിന്ന് ഒത്തിരി അവസരങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ചോയ്സസും ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഇത് സംബന്ധിച്ചിട്ട് വരുന്നുണ്ട്. കാരണം ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജോലി, ഫാമിലി, എന്ത് സാഹചര്യമാണെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ചിന്തകളോ സൊസൈറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്ത് തീരുമാനമാണ്, എന്ത് ചിന്തയാണ്, അതിനനുസരിച്ചിട്ട് തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലും സാധ്യമാകുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അമിതമായിട്ട് ഒത്തിരി അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ ആദ്യമായിട്ട് ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഒരു കാര്യമായിരിക്കാം. പല 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 പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വിദ്യാർത്ഥികളാണ് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ദുശീലങ്ങളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല സമയമാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഒരു പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, പണം, അതായത് പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് കടം ചോദിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പണം കടം കൊടുക്കാൻ പറ്റിയൊരു സമയമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല സ്വഭാവമാണ്, പക്ഷെ പണം കടം കൊടുത്താൽ ഈ ഒരു മാസം തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. സാമ്പത്തികം നല്ല രീതിയിലാണ് എങ്കിൽ കൂടിയും ഗാംബ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ഗെയിംസ്, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പണം നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പണം ചെലവാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ടെമ്പറൻസ് എനർജിയാണ്. ലൈഫിൽ ഒരു ബാലൻസ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും അനിവാര്യമായിട്ടുള്ള ആ ഒരു ബാലൻസ് ഉണ്ടാകേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട്, അത് കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ജോലിയിൽ തന്നെ ഇപ്പോൾ വർക്കഹോളിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുടുംബത്തിൽ കൂടി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഓവർലി സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആത്മീയതയിലേക്ക് താല്പര്യമുള്ളവര് ഒരു കുടുംബജീവിതത്തിൽ ഒരു വിരസതയിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. കുടുംബവും ജോലിയും സോഷ്യൽ ലൈഫും എല്ലാ കാര്യങ്ങളും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനം കൽപ്പിച്ചു നൽകിയ ആ സ്ഥാനത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു മോഡറേഷൻ ആവശ്യമാണ്, ഒരു പരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ആയാലും അതിൻ്റെതായിട്ടുള്ള ഒരു അനുഭൂതി, ആത്മീയത, അങ്ങനെയുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഫിസിക്കൽ വേൾഡിൽ വേണ്ടുന്ന കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ളതും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയം കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആത്മീയതയിലേക്ക് താല്പര്യം കൂടാനുള്ള ഒരു സമയം കൂടിയിട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് പ്രിൻസസ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. പ്രിൻസസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നേരത്തെ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യത കൂടിയിട്ട്, അതേപോലെ പെട്ടെന്ന് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവര് പെട്ടെന്ന് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവുന്നതായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ
മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാവും. അതിലൊക്കെ പെട്ടെന്ന് ധനം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ധനലാഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളും പക്വതക്കുറവ് മൂലം എവിടെ എന്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിവും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക. കാരണം ഇവിടെ വിജയിക്കാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പണക്കാരാവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ജയിക്കാനുള്ള ഒരു ത്വര വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈഗർനെസ് വളരെ കൂടുതലായിരിക്കും. അതായത് ആ ഒരു പ്രായത്തിൻ്റെതായ അല്ലെങ്കിൽ ബാലിശമായിട്ട് ഇപ്പോൾ പ്രായത്തിന്റെ മാത്രമായിട്ടുള്ള വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള ചിന്തകളാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു പ്രായത്തിലല്ലാത്ത ആളുകളും മെച്യൂരിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ധൃതി പിടിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്താതിരിക്കുക. അറിവും അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് ചർച്ച ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.